5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ കുട്ടികൾ സാധാരണ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ ഉപയോഗത്തിന്റെ ഫലമായി ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് പോകുന്ന ഒരു പരാതിയുള്ള കാലമാണ്. അതിന് സിനിമയും കലയും സാഹിത്യവും ഒക്കെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. എന്നാൽ സിനിമയിലെ വയലൻസ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത്? സാധാരണ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. എന്ന് പറയുന്നത് 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ച് 10ാം ക്ലാസ് +2 വരെയുള്ള കാലഘട്ടമാണ്. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ +2 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോഴാണ് ശരിക്കും കുട്ടികളിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ വയലൻസ് കാണുന്നത് കുട്ടികളിൽ വളരെ അഗ്രസീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും. ദേഷ്യവും വാശിയും, സാധനങ്ങൾ എടുത്തെറിയുക, നശിപ്പിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇങ്ങനെ വലിയ ഒരു വയലൻസ് മൈൻഡ് അവർക്ക് സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ചെറിയ പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ ആ പ്രായം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വയലൻസ് സിനിമകളാവട്ടെ മറ്റു പരിപാടികളാകട്ടെ ഒക്കെ കാണുന്നത്. ഗെയിം ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കമ്പ്യൂട്ടർ ഗെയിമും മൊബൈൽ ഗെയിമും ഒക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ് ഈ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ പ്രായം. അത് കഴിഞ്ഞാൽ ഒരു മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് അടുത്ത ഈ 18 വയസ്സ് കഴിയുന്ന പ്രായത്തിൽ കുട്ടികളിൽ സംഭവിക്കുന്ന മിറർ ന്യൂറോൺസിന് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതും മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ഈ വയലൻസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഈ മിറർ ന്യൂറോൺസിന് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും പിന്നെ പ്രശ്നമായി കഴിഞ്ഞാൽ എല്ലാം നോർമൽ ആണെന്നുള്ള ചിന്തയിലേക്ക് അവർ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ എല്ലാ കാണുന്ന വയലൻസ് കാര്യങ്ങളൊക്കെ വളരെ നോർമൽ ആണെന്നുള്ള ചിന്തയിലേക്ക് അവർ. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു, മിറർ ന്യൂറോൺസിനെ ബാധിക്കുന്നു. പിന്നെയാണ് കുറച്ചുകൂടി സീരിയസ് ആകുമ്പോഴാണ് വയലൻസ് നിറഞ്ഞ പ്രവർത്തനം കഴിഞ്ഞാൽ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ വളരെ ഗൗരവമായി ബാധിക്കും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയി നമ്മൾ കാണേണ്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വയലൻസ് ഉള്ള ചിത്രങ്ങളാകട്ടെ, സിനിമകളാകട്ടെ, കലാരൂപങ്ങളാകട്ടെ, ഗെയിം ആകട്ടെ, ഇതൊന്നും കാണാതിരിക്കുവാനുള്ള പരമാവധി കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്യണം. സാരോപദേശ കഥകൾ, അതുപോലെ തന്നെ അതിപ്പോ ഏത് കഥകളായാലും, ഇപ്പൊ പുരാണമോ അല്ലെങ്കിൽ പിന്നെ സനാതന ധർമ്മമൊന്നും പറയുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്രീക്ക് പുരാണത്തിലുണ്ട്, പിന്നെ അറബിക് കഥകളുണ്ട്, ധാരാളം നാടോടി കഥകളുണ്ട്, ഈസിപ്പ് കഥകളുണ്ട്, ധാരാളം കഥകളുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ചിന്തകളാണ് കുഞ്ഞുങ്ങൾക്ക് ആ പ്രായത്തിൽ കൊടുക്കേണ്ടത്. വളരെ ഗൗരവമായി കുഞ്ഞുങ്ങൾക്ക് വയലൻസ് കാണുന്നത് വളരെ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുണ്ടാകും, ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും, ന്യൂറോണുകളെ ബാധിക്കും. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കൊടുക്കുമ്പോൾ, മൊബൈൽ ഗെയിമൊക്കെ കൊടുക്കുമ്പോൾ അവർ ഒരു സ്റ്റീരിയോ ടൈപ്പിലേക്ക് അവരുടെ ചിന്തകൾ വളർന്നു പോവുകയും മാനസിക നില അങ്ങോട്ട് മാറുകയും ചെയ്യും. ഒരു മൾട്ടി ഡയമെൻഷനായിട്ട് അവർക്ക് ചിന്തിക്കുന്നതിനോ അങ്ങനെ പ്രവർത്തിക്കുന്നതിനോ ഉള്ള കഴിവ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ കുട്ടികളെ കുറെ കൂടി ശ്രദ്ധിച്ച് വയലൻസ് പോലുള്ള ചിത്രങ്ങൾ കാണിക്കുന്നത്, വയലൻസ് സിനിമകൾ കാണിക്കുന്നതും ഒക്കെ ഗൗരവമായി നാം ചർച്ച ചെയ്യപ്പെടണം. അത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി രൂപപ്പെടുന്ന പ്രായമാണ്. സ്വഭാവ രൂപീകരണമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ 12, 13 വയസ്സ്, 14 വയസ്സ് പ്രായം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണം കാര്യമായി നടക്കുന്ന ഒരു പ്രായമാണ്. ആ സമയത്ത് അവർക്ക് കൃത്യമായി അവരുടെ മനസ്സുകളിൽ വല്ലാതെ വയലൻസ് ഒക്കെ നിറയുന്നത് മറ്റൊരു തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പ്രതിസന്ധികളിലേക്ക് കുഞ്ഞുങ്ങൾ കൊണ്ടുപോകും. വിഷാദ രോഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിരന്തരം ഇങ്ങനെ വയലൻസ് കാണുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്തരത്തിലുള്ള ചിന്തകൾ, വായനയൊക്കെ നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് വായന, പാട്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാം. പക്ഷെ ചെയ്യുമ്പോൾ വയലൻസിന്റെ ഭാഗങ്ങൾ അല്ലെ വയലൻസ് ഉള്ളത് കാണാതിരിക്കുക അല്ലെ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് മാതാപിതാക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ പറയാൻ കാരണം വളരെ വലിയ രൂപത്തിലാണ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. അവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ, ഒരു വസ്തു വേണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പം കിട്ടണം, അടുത്ത നിമിഷത്തിൽ തന്നെ അത് കിട്ടിയില്ലെങ്കിൽ അവർ ബഹളം ഉണ്ടാവുകയാണ്, വയലന്റ് ആവുകയാണ്, അവർ മാതാപിതാക്കളെ തല്ലുന്നു, കൊല്ലുന്നു. അവർ വലിയ രൂപത്തിലാണ് അവരുടെ മാനസിക നില വരുന്നത്. അത് അവരുടെ മാത്രം കുറ്റമല്ല. അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, കാണുന്ന വസ്തുക്കൾ, കേൾക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം കൂടിയാണ് അവരെ സോഷ്യൽ കണ്ടീഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല. അവരെ അങ്ങനെ നമുക്ക് തല്ലി നന്നാക്കാനും കഴിയുകയില്ല, ശിക്ഷിച്ച് നന്നാക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് ഈ സാമൂഹ്യ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, ഈ സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ടാകാതിരിക്കുവാനുള്ള, ഈ ബിഹേവിയറൽ കണ്ടീഷനിങ് ഉണ്ടാകാതിരിക്കുവാനുള്ള, ആറ്റിറ്റ്യൂഡണൽ കണ്ടീഷനിങ് ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമമാണ് നമ്മൾ സമൂഹവും മാതാപിതാക്കളും വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്.